ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ മാസം 8-ാം തീയതി. ഇത് ഈശോയുടെ തിരുഹൃദയ വണക്കമാസമാണല്ലോ. ഓരോ പള്ളികളിലും തിരുഹൃദയത്തിൻ്റെ തിരുനാളുകളും അങ്ങനെ വണക്കമാസവും എല്ലാം ചൊല്ലുന്ന മാസമാണിത്. ഈശോയുടെ തിരുഹൃദയം കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നിജ്വാല, അത് മനുഷ്യനോടുള്ള സ്നേഹമാണെന്ന് ഓർക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തെടുക്കുകയായിരുന്നു. ഈശോയുടെ തിരുഹൃദയം നമ്മോടുള്ള സ്നേഹത്താലാണ് കത്തിജ്വലിക്കുന്നത്. ആ തിരുഹൃദയത്തിൽ കാണുന്ന കുരിശ്, അത് സാത്താന് പെട്ടെന്ന് തിരിച്ചറിയുമെന്നും ഈശോയുടെ തിരുഹൃദയമാകുന്ന ആ വെള്ള തിരുവോസ്തിക്ക് സാത്താൻ ആരാധന കേന്ദ്രങ്ങൾ 8 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ വില കൊടുക്കുന്നത് അത് സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ് എന്നും നമ്മൾ കണ്ടു. സാക്ഷാൽ ദൈവമായ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയം പങ്കുവെച്ച് കൊടുത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ മറിയം ത്രേസ്യാമ്മ. പുത്തഞ്ചിറയിലെ മറിയം ത്രേസ്യാമ്മ. വിശ്വസിക്കാൻ പറ്റാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എത്ര വർഷം മുൻപാണെന്ന് ഓർക്കണം. അന്നത്തെ കാലത്ത് വാഹനമില്ല, വലിയ വലിയ ടെക്നോളജികളില്ല. അന്നൊക്കെ ഈ മറിയം ത്രേസ്യയ്ക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ന് പോലും മരിച്ചവരെ ശുദ്ധീകരാത്മാക്കളെ കാണുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ഈ ഒരു കാര്യം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് മറിയം ത്രേസ്യാമ്മ ഇപ്പോൾ സ്വർഗത്തിലെത്തിയിട്ട് 100 വർഷം തികയാണ്. അപ്പോൾ മറിയം ത്രേസ്യാമ്മ മരിക്കുമ്പോൾ 50 വയസ്സും സ്വർഗത്തിലേക്ക് പോയിട്ട് 100 വർഷവുമായി. 150 വർഷം മുൻപ് കേരളത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചാൽ, അന്ന് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മരിച്ചവരൊക്കെ വന്ന് കാണുക, അതുപോലെ പിശാചുക്കളെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അന്നത്തെ ആ കാലഘട്ടത്തിൽ മറിയം ത്രേസ്യാമ്മ അതിനെ ജയിച്ച് അവരുടെയൊക്കെ ചിന്തകളെ ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാകും. ഒരുപാട് സഹിച്ചിട്ടുള്ള ഒരു വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യാമ്മ. മറിയം ത്രേസ്യാമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളായിരുന്നു ദരിദ്രരെ സഹായിക്കാൻ, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഓടിയിറങ്ങും മറിയം ത്രേസ്യാമ്മ. സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ. അതിന് കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ഇതുപോലെ പോകാൻ തുടങ്ങിയപ്പോൾ കുറേ അപവാദങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് മറിയം ത്രേസ്യാമ്മയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുകയാണ്. നമുക്ക് എന്ത് സംശയങ്ങൾ വന്നാലും ഈ വിശുദ്ധയുടെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ ഇപ്പം പറഞ്ഞതും അപ്പം പറഞ്ഞതും എല്ലാം നല്ല കണക്ഷനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. ഇതൊന്നും മാനസിക രോഗങ്ങളല്ല എന്നും. 2 തരം പരീക്ഷണങ്ങളുണ്ട്. 2 തരം ആളുകളെ കാണും. ഒന്ന് പിശാചിന്, 2 പരിശുദ്ധാരൂപിയെ, അടുത്തത് ശുദ്ധീകരാത്മാക്കളെ. ഇത് വിവേചിച്ചറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിരിക്കും. വിശുദ്ധ മറിയം ത്രേസ്യാമ്മ ശുദ്ധീകരാത്മാക്കളെ ഏറെ സഹായിച്ചിട്ടുള്ളൊരു ആളാണ്. നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക്, അതായത് ചർച്ച് ഓഫ് സഫറിങ് എന്ന് പറയും. സമരസഭ, സഹനസഭ, വിജയസഭ. അതിൽ സഹനസഭയിലെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് സമരസഭയിലെ നമ്മൾ പ്രാർത്ഥനകളും കുർബാനകളും താപസ പ്രവൃത്തികളും നമ്മൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി അത് തിരുഹൃദയത്തിൽ സമർപ്പിച്ചാൽ ഈശോ കരുണ കാണിക്കും, അവരെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മളെ സഭ പഠിപ്പിക്കുന്നതാണിത്. മക്കബായുടെ പുസ്തകത്തിലും അങ്ങനെ കാണാം. ഈ മറിയം ത്രേസ്യാമ്മയ്ക്ക് മരിച്ചവരെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴൊക്കെ വലിയ വിലക്കുകളും പ്രേതബാധയാണ് എന്ന് പറഞ്ഞ്, പൈശാചികമാണ് എന്ന് പറഞ്ഞ് വിധേയത്തിലച്ഛനെ കൊണ്ട്
ഒരു പേപ്പർ ഒട്ടിച്ചു കുടുംബത്തിൻ്റെ ചുമരിന്മേൽ ബിഷപ്പിൻ്റെ അനുവാദത്തോടെ. അത്രയ്ക്കും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ട വന്നവളാണ് വിശുദ്ധ മറിയം ത്രേസ്യാമ്മ. കാരണം പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ അന്നത്തെ ജനങ്ങൾക്ക് പറ്റില്ല. അതുപോലെ ഉണ്ടാകുന്ന അനുഭവങ്ങളോ, റൂമിൽ നിന്ന് അലർച്ച, കട്ടിൽ ഉയർത്തി പൊക്കി വീശി അടിക്കുക, കയ്യും കാലും മുറിച്ചിടുക, പിന്നെ അത് കൂട്ടി വയ്ക്കുക, മാലാഖ വന്ന് അടുത്ത ദിവസം കുർബാനയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ വരും, വീണ്ടും തുടങ്ങും. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. 150 വർഷം മുൻപാണ് എന്ന് ഓർക്കണം. ഒരിക്കൽ മറിയം ത്രേസ്യാമ്മയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നൊരാൾ ഇടവകയിൽ മരിച്ചുപോയ ആളാണ്. ആ ആത്മാവ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വീട്ടുകാരെ കൊണ്ട് ഉത്തിരീപ്പ് കടം തീർക്കണം എന്നും ആവശ്യപ്പെട്ടു. മറിയം ത്രേസ്യാമ്മ അത് വീട്ടുകാരോട് പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചു. അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കടമായിട്ട് നമ്മൾ അടച്ചു വീട്ടാം എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അടച്ചു വീട്ടിയിട്ടില്ലെങ്കിൽ, അതുപോലെ ഭൂമിയിലായിരിക്കുമ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തോളോ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ പൈസ തന്നിട്ട് അത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അന്യരുടെ പറമ്പ് അന്യായമായി കയ്യേറ്റം ചെയ്ത് നമ്മൾ എടുത്തെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ കുറേ കാര്യങ്ങൾ വിവാഹങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ, അന്യരുടെ തകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഉത്തിരീപ്പ് കടാണ്. ഈ കടം തീർത്തില്ലെങ്കിൽ ആ കുടുംബത്തിലെ ആളുകൾ മരിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുകൾ നേരെ കഷ്ടപ്പെടും, മോക്ഷം കിട്ടില്ല. കർത്താവിൻ്റെ കരുണ കൊണ്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾ മറിയം ത്രേസ്യാമ്മയ്ക്ക് കാണപ്പെടുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ആത്മാക്കളൊക്കെ കെട്ടി മറിയം ത്രേസ്യാമ്മയുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന്. ഇപ്പോൾ ചിലരൊക്കെ അങ്ങനെ വിചാരിക്കാറുണ്ടല്ലോ. അത് ദർശനമാണ്, ദർശനം, കർത്താവ് കൊടുക്കുന്ന ദർശനം. അപ്പോൾ ദർശനത്തിൽ ഈ ആത്മാവ് വന്നു, ആവശ്യപ്പെട്ടു, അത് ചെയ്യിച്ചു. അപ്പോൾ ആത്മാവ് രക്ഷപ്പെട്ടതായിട്ട് വീണ്ടും വന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു, ഒരു ദിവസം ഒരാത്മാവ് വന്നിട്ട്, നീ എന്തേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തേ? ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് മഹാസങ്കടങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ മറിയം ത്രേസ്യാമ്മ ചോദിച്ചു, ആരാണ് എന്ന്. അപ്പോൾ ആത്മാവ് പറഞ്ഞു, ഞാൻ 1 കൊല്ലം മുമ്പ് മരിച്ച നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. നീ എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറഞ്ഞുപോയി. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വീണ്ടും ആത്മാവ് വന്ന് ദുഃഖത്തോടെ പറഞ്ഞു, കുറേ കുർബാന ചെല്ലിക്കണം, കൊടുക്കൽ വാങ്ങലുകളുടെ കണക്ക് നോക്കി കൊടുക്കാനുള്ള സംഖ്യ കൊടുത്തു തീർക്കാൻ വീട്ടുകാരോട് പറയണം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ചെയ്യിച്ചപ്പോൾ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ചോദിക്കുകയാണ്, ഇങ്ങനെ കുറേ കടം കൊടുക്കാനുണ്ടോ? ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ ഇത് മാനസിക രോഗമല്ല, ഇതൊരു ആത്മാവ് വന്ന് പറഞ്ഞത് തന്നെയാണെന്ന്. ആ കടം വീട്ടി കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് പിന്നെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ വന്ന് സന്തോഷത്തോടുകൂടെ ഇവളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന്. പരിശുദ്ധ മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നൊരു കൊന്തയുടെ തുമ്പത്ത് പിടിച്ചാണ് ഇയാൾക്ക്, ഈ മറിയം ത്രേസ്യാമ്മയ്ക്ക് കാണപ്പെട്ടത്. അതുപോലെ കുറേ ആത്മാക്കൾ വെന്തിങ്ങയിന്മേൽ പിടിച്ച് കയറുന്നതും കണ്ടിട്ടുണ്ട്. ശനിയാഴ്ച വരത്തെക്കുറിച്ച് മറിയം ത്രേസ്യാമ്മയ്ക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു. ശനിയാഴ്ച വരം, അതായത് ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർത്തീകരിച്ചാൽ പരിശുദ്ധ അമ്മ മരിച്ച് അടുത്ത ശനിയാഴ്ച വന്ന് കൊണ്ടുപോകും മോക്ഷത്തിലേക്ക്. സബറ്റിക്കൽ പ്രിവിലേജ് എന്ന് നമ്മളിതിനെ പറയും, ശനിയാഴ്ച വരം. അങ്ങനെ കുറേ അനുഭവങ്ങൾ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് വെച്ച് കൊടുക്കുന്നത്, മറിയം ത്രേസ്യാമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് പോകുന്നത്,
ഇതൊക്കെ മാലാഖ വന്ന് കുന്തം കൊണ്ട് കുത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മുറിവ് അവിടെ ഉണ്ടാവുകയാണ്. ഇതെല്ലാം പഠിച്ച് ഇതൊരു വലിയ ആത്മീയ അനുഭവമാണെന്ന് സഭ തിരിച്ചറിഞ്ഞപ്പോഴാണ് പരിശുദ്ധ പിതാവ് മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. ശുദ്ധീകരണാത്മാക്കളോട് ഏറെ സ്നേഹമുള്ള ഒരു വിശുദ്ധയാണ്. ഒരുപാട് ശുദ്ധീകരണ അനുഭവങ്ങൾ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ശുദ്ധീകരണാത്മാക്കൾ പലപ്പോഴും കത്തിക്കരിഞ്ഞ കൈകളും കാലുകളും, ആ കാലുകളിൽ ചങ്ങലകളാൽ കെട്ടപ്പെട്ടിട്ടാണ് കാണപ്പെടുന്നത്. ഇത് കാണാൻ പാടില്ലാതെ മറിയം ത്രേസ്യാമ്മ പേടിച്ച് നിലവിളിച്ചിട്ടുണ്ട്. 2 പുരോഹിതന്മാർ മരിച്ചിട്ട് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയ്ക്ക് വരുന്നുണ്ട്. അതിലൊരു പുരോഹിതനാണ് വന്നത്. തീജ്വാലയിൽ ദഹിച്ച പോലെയായിട്ട് ഈ പുരോഹിതൻ മറിയം ത്രേസ്യാമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഈ ആത്മാവിനെ കാണാൻ പറ്റാതെ വ്യസനിച്ച് പെടയുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആത്മപിതാവ് ചോദിച്ചു, നീ എന്തിനാ വ്യസനിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, പിതാവേ, എനിക്ക് എൻ്റെ മുമ്പിൽ ഇന്ന അച്ഛൻ വന്ന് നിൽക്കുന്നു, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, ചോദിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പോൾ ആ അച്ഛൻ്റെ ആത്മാവ് പറഞ്ഞു, എനിക്ക് 5 വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് വിധിച്ചിട്ടുള്ളത്. നീ എനിക്ക് വേണ്ടി കൂടപ്പിറപ്പ് സ്നേഹത്തിൻ്റെ പേരിൽ എനിക്ക് വേണ്ടി കുറേ അധികം ജോലി ചെയ്ത് എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണമെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം ചങ്ങലകളാൽ കെട്ടപ്പെട്ട് കാണപ്പെട്ടു. അപ്പോൾ മറിയം ത്രേസ്യാമ്മ ഈ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി തപകൃത്യങ്ങളും പാഠവീടുകളും അതുപോലെ ദോഷപൂർതികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന ദണ്ഡവിമോചനങ്ങൾ, പരിശുദ്ധ കുർബാന, ഇതെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കാഴ്ചവെച്ച എല്ലാ ദണ്ഡവിമോചനങ്ങളും കാരണം ഞാൻ ഇന്ന് വേദനയില്ലാതെ ആശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത മീനം പറഞ്ഞതാണ് അന്ന്. അടുത്ത മീനം 19-ാം തീയതി, അതായത് മാർച്ച് 19-ാം തീയതി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ദിവസം ഞാൻ ശുദ്ധീകരണ സ്ഥലം വിട്ട് മോക്ഷത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് അറിയാം എത്രാം തീയതിയാണ് ഞങ്ങൾ മോക്ഷത്തിലേക്ക് പോവുക, എത്ര നാൾ കിടക്കണം, കണക്കുകളൊക്കെ നല്ല കൃത്യമായിട്ട് അറിയുന്നേ. അല്ലാതെ അവർ മിണ്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവർക്ക് ഒന്നും അറിയാതിരിക്കുന്നില്ല. ഭാവിയൊക്കെ അവർക്ക് അറിയാം. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം അവർക്കറിയാം. നിശബ്ദമായി അവർ കുറേ പാപങ്ങൾ ചെയ്യുന്നവരെ നോക്കി സങ്കടപ്പെടുകയും പുണ്യങ്ങൾ ചെയ്യുന്നവരെ നോക്കി ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര നാൾ കിടക്കണം അതൊക്കെ അറിയാം. അതല്ലേ ഇത്ര കൃത്യമായി വന്ന് പറഞ്ഞേ, അടുത്ത മീനം 19-ാം തീയതി ഞാൻ പോകുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യാമ്മയെ നോക്കി ആ ചരിത്രമെടുത്താൽ ഇന്നുള്ള പല മക്കളുടെയും സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും. ഇതെല്ലാം മാനസികമല്ല, എന്നാൽ മാനസിക വിഭ്രാന്തി മൂലം പറയുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാം മാനസികമല്ല. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു കാഴ്ച കാണുന്ന വിശുദ്ധയാണ് നമ്മുടെ സ്വന്തം ചേച്ചി, നമ്മുടെ നാടിൻ്റെ വിശുദ്ധ മറിയം ത്രേസ്യാമ്മ. നമുക്ക് ഇന്ന് മറിയം ത്രേസ്യാമ്മ പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും നിൻ്റേതുപോലെ പാവങ്ങളെ സഹായിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരാക്കി, ദൈവകൽപ്പന പാലിക്കാനുള്ള തീക്ഷ്ണതയുള്ളവരാക്കി മാറ്റാൻ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ എല്ലാ മാധ്യസ്ഥങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.